അയൽപക്ക ബന്ധങ്ങൾ മോശമാകുന്ന ഒരു കാലഘട്ടം കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു വെക്കുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന് പല സന്ദർഭങ്ങളിലും രക്തബന്ധുക്കളെക്കാൾ ഉപകാരപ്പെടുന്നത്, പലപ്പോഴും രക്തബന്ധുക്കളെക്കാൾ അവൻ ഉപകരിക്കുന്നത് അയൽവാസികളാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൽ അയൽവാസികളോടുള്ള കടമകൾ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അയൽവാസികളോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറണേ. അവൻ മുസ്ലിമാവട്ടെ, അവൻ അമുസ്ലിമാവട്ടെ, അവൻ മതമുള്ളവനാവട്ടെ, അവൻ മതമില്ലാത്തവനാവട്ടെ, അയൽവാസിയോട് നിങ്ങൾ നല്ല രീതിയിൽ മാന്യമായി ആദരവോടെ സ്നേഹത്തോടെ അനുകമ്പയോടുകൂടി പെരുമാറണമെന്ന് അനുശാസിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാസാല യൂസീനി ജിബ്രീൽ, മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അയൽവാസികളോടുള്ള കടമകളെ പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. അയൽവാസികളോട് പെരുമാറേണ്ട പെരുമാറ്റങ്ങളെ കുറിച്ച്, അവരോടുള്ള ബാധ്യതകളെ കുറിച്ച്, അവരോട് നിറവേറ്റേണ്ട കടമകളെ കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നുവെന്ന്. എത്രത്തോളമെന്നാൽ ഞാൻ വിചാരിച്ചു പോയി, അയൽവാസിക്ക് അനന്തര സ്വത്തിൽ അവകാശം ലഭിക്കുമോ, അയൽവാസിക്ക് അനന്തര സ്വത്തിന്റെ ഒരു വിഹിതം നൽകുമോ, അങ്ങനെ പോലും ഞാൻ വിചാരിച്ചു പോകുന്ന അത്രയേറെ പ്രാധാന്യത്തോടുകൂടി അടിക്കടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അയൽവാസിയോടുള്ള കടമകളെ പറ്റി പറഞ്ഞു തന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആർക്കാണോ അല്ലാഹുവിൽ വിശ്വാസമുള്ളത്, പടച്ചവനിൽ വിശ്വാസമുള്ളവരാരോ, ആർക്കാണോ പരലോകത്ത് വിശ്വാസമുള്ളത്, മരണപ്പെടണമെന്ന് ചിന്തയുള്ളവരാരാണോ, നാളെ പടച്ചവന്റെ പരലോകത്ത് പോയി നിൽക്കേണ്ടി വരുമെന്ന് ചിന്തയാർക്കുണ്ടോ, അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധ്യമുള്ളവരാരോ, അവൻ അയൽവാസിയെ വിഷമിപ്പിക്കരുത്, അവൻ അയൽവാസിയെ ഉപദ്രവിക്കരുത്, അയൽവാസിയെ തടയരുത്, അയൽവാസിയുടെ നന്മകളിൽ അസൂയാലുക്കളാവരുത്, അയൽവാസിയെ ഉപദ്രവിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, അവന്റെ പറമ്പിലേക്ക് മലിനജലം ഒഴുക്കി വിടരുത്, അവന്റെ ശുദ്ധജലത്തെ നിങ്ങൾ മോശമാക്കരുത്, അവന്റെ പറമ്പിലോട്ട് മാലിന്യങ്ങൾ നിങ്ങൾ വലിച്ചെറിയരുത്, അവന്റെ വഴി നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. അവന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച കാണുമ്പോ, അവന്റെ സാമ്പത്തികമായ വിശാലത കാണുമ്പോ, അവൻ നല്ലൊരു വീട് വെക്കുമ്പോ, അവൻ നല്ലൊരു വാഹനം മേടിക്കുമ്പോ, അതിൽ നിങ്ങൾ അസൂയ വെക്കരുത്, അതിൽ നിങ്ങൾ അസൂയാലുക്കളായി മാറരുത്. ഇന്ന് കല്യാണം മുടക്കുന്നത് പോലും അയൽവാസികളാണ്. അവനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ലാത്തത് പറഞ്ഞു കൊടുത്ത് കല്യാണം മുടക്കുന്നു. പരസ്പരം ഏറ്റവും വലിയ ശത്രുക്കളായി, ബദ്ധവൈരികളായി മാറുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സൂഉൽ ജിവാർ, അവസാന കാലഘട്ടമാകുമ്പോഴേക്കും വളരെയേറെ സംരക്ഷിക്കപ്പെടേണ്ട, വളരെയേറെ മനുഷ്യന് ഉപകരിക്കുന്ന അയൽപക്ക ബന്ധങ്ങൾ അത് മോശമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലോകാവസാനത്തോടടുക്കുമ്പോഴേക്കും പ്രവാചകന്റെ പ്രവചനങ്ങളാണ് നാം ഇന്ന് വളരെയേറെ സത്യമായി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അയൽപക്ക ബന്ധങ്ങൾ മോശമാകും. പരിശുദ്ധമായ ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യമുള്ള ബന്ധമാണ് അയൽവാസികളോടുള്ള ബന്ധം. അയൽവാസികളോട് മാന്യമായ രീതിയിൽ പെരുമാറണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നീ നിന്റെ വീട്ടിലൊരു ഭക്ഷണം പാചകം ചെയ്യുമ്പോ, നീ ഒരു കറി വെക്കുമ്പോ അതിൽ കുറച്ചു വെള്ളം കൂട്ടിയിട്ടാണെങ്കിലും, കുറച്ചു വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടാണെങ്കിലും, കുറച്ചു കൂടുതൽ ഉണ്ടാക്കി നിന്റെ അയൽവാസിക്കു കൂടി
നീ കൊടുക്കണേ, അവന്റെ വിശപ്പ് കൂടി നീ മാറ്റണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല, അവന് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കിയവനല്ല, അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മഹിതമായ മാർഗമല്ല എന്ന് പഠിപ്പിച്ചു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.